ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഹെർബൽ ഹെയർ ഓയിലിൻ്റെ സെക്കൻഡ് പ്രോസസ്സാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഒരു വീഡിയോ റീൽസ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് കഞ്ഞണ്ണീൻ്റെ. ഇത് മഞ്ചനത്തി ഇലയാണ്, നൊണി ഫ്രൂട്ട് എന്നാണ് പറയുക. ഇത് നമ്മളെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്, ആൻറ്റി ക്യാൻസറസ് ആണ്. പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന ഇലകളെല്ലാം ഇടണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് എണ്ണ ഉണ്ടാക്കുക. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുക. പിന്നെ ഇത് ആവാരം പൂ, നമ്മൾ സ്കിന്ന് സ്മൂത്തായിട്ട് ഷൈനിങ് ആയിട്ട് കിട്ടാൻ ഇത് ഫേസ് പാക്കിലും മുപ്ടാൻ പൗഡറിലും ഹെർബൽ ബാത്ത് പൗഡറിലൊക്കെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ ടീ ഇല്ലേ, അതുപോലെ തന്നെ ആവാരം പൂ ടീ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഇന്ത്യൻ ജുജുബിയാണ്, എഴന്തപ്പഴം എന്നാണ് തമിഴിൽ പറയുക, മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ മുള്ളാണ് മൊത്തം ഉണ്ടാവുക ഈ പ്ലാന്റിൽ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പറിക്കാൻ. നല്ലതാണ്. തമിഴ്നാട്ടിൽ ഇതിൻ്റെ തുകയിലായിട്ട്, അതായത് ചമ്മന്തി ആയിട്ട് കഴിക്കാറുണ്ട് അത്ര. പിന്നെ ഇത് ഗോപുരം താങ്ങി, ഇതും നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്, ഇതിവിടെ കിട്ടാനില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് ദന്തപാല, വെപ്പാല എന്നാണ് പറയുക തമിഴിൽ. സോറിയോസിനും ഡാൻഡ്രഫ് പോവാനും സ്കിന്നിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പിന്നെ ഇത് നമ്മൾ കുപ്പമേനി ഇപ്പോൾ ട്രെൻഡിങ് ആണ്, സോപ്പ്, ഹാൻഡ് മെയ്ഡ് സോപ്പൊക്കെ. നമ്മൾ സ്കിന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറിക്കിട്ടാൻ നല്ലതാണ് കുപ്പമേനി. ഇതാണ് താരം, മുതിയാർ കൂന്തൽ, സൗരിക്കൊടി എന്നാണ് തമിഴിൽ പറയുക. നമ്മളെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഞാനപ്പോൾ എൻ്റെ എണ്ണയിൽ ഇത് സ്ഥിരം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇനി കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നട്ട് വളർത്തുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ബ്രഹ്മി, ഒപ്പരം തന്നെ പൊന്നാങ്കണ്ണി ഉണ്ട് കുറച്ച്. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കേണ്ടിയിട്ട് കുറച്ച് പറിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള. പിന്നെ കരിവേപ്പില, പേരേൻ്റെ ഇല, തൊട്ടടുത്തുള്ളത് മരിക്കൊഴുന്ത്, അത് നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ നല്ലൊരു അരോമാറ്റിക് ആണ്. പിന്നെ ഇത് കേശവർദ്ധിനി ഇല്ലാതെ ഒരു വെളിച്ചെണ്ണ ഉണ്ടാവില്ല. ഹെയർ ഓയിൽ നല്ലതാണ്, നമ്മൾ മുടിക്ക് കളർ കിട്ടാനും വോള്യൂം ആവാനും പിന്നെ സ്പ്ലിറ്റ് എൻഡ്സൊക്കെ മാറിക്കിട്ടാനും മുടിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കേശവർദ്ധിനി ഇട്ട് കാച്ചിയാൽ നല്ലതാണ്. ചെമ്പരത്തിൻ്റെ പൂവും ഇലയും. പിന്നെ ഇത് കല്യാണ മുരിങ്ങ ഇല, തമിഴ്നാട്ടിൽ ഇത് സ്ത്രീകൾക്ക് ഭക്ഷിക്കാനും കൊടുക്കാറുണ്ട് ഉള്ളിലേക്ക്. നല്ലതാണ്, മെൻസ്ട്രൽ സമയത്തൊക്കെ നല്ലതാണ് കഴിക്കാൻ. പിന്നെ ഇത് കരിന്തുളസിയും പനിക്കൂർക്കയാണ്. ഇത് സീതാഫലിൻ്റെ ഇല, കസ്റ്റർഡ് ആപ്പിളില്ലേ, അത് പെയിൻ ശല്യം, ഈർശല്യമൊക്കെ മാറിക്കിട്ടും. നിത്യകല്യാണി, ശവന്നാറി, ഹെയർ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ബ്ലാക്ക് കളറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. നാച്ചുറൽ ഹെയർ ഡൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് പെരിങ്ങലത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ, മൈഗ്രെയിൻ, തലവേദനക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് ശേഷം ഞാനും എൻ്റെ എണ്ണയിൽ ഉപയോഗിക്കുന്നുണ്ട്. നല്ലതാണ് കേട്ടോ, തലവേദനക്കെല്ലാം നല്ല മാറ്റമുണ്ട്. പിന്നെ ഇത് മുസുമുസു, മലയാളത്തിൽ മുസുമുസു എന്നാണോ അറിയില്ല, അറിഞ്ഞവർ ആരെങ്കിലും പറയാം. പിന്നെ ഇത് ഈ കഫം കെട്ടാനും ശ്വാസം മുട്ടലുള്ളവർ അവർക്കൊക്കെ നല്ലതാണ്. ഇത് ഉള്ളിലേക്കും കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ചിത്തിരപ്പാല, തമിഴിൽ അമ്മൻ പച്ചരിസി, ഇംഗ്ലീഷിൽ ആസ്തമ പ്ലാന്റ്. ഇത് ഇടാണ്ട് ഞാൻ എണ്ണ കാച്ചാറില്ല കേട്ടോ, ബിക്കോസ് ഞാൻ പേഴ്സണലി എനിക്ക് വീസിങ് ഉള്ള ഒരു ആളായതുകൊണ്ടാണ്. നല്ലതാണ് നമ്മൾ എണ്ണക്ക്. പിന്നെ ഇത് കരുമ്പുല, അത് ഹെയർ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. ഇത് ഇലമുളച്ചയാണ്, അലോപേഷ്യയിൽ വരെ ഇത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ എണ്ണയിലിടുന്നുണ്ട്. പിന്നെ ഇത് നൊച്ചിയാണ്, നൊച്ചിയിൽ ഞാൻ 2 നൊച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ നൊച്ചി. പിന്നെ ഉള്ളത് ഒരു കരിനൊച്ചിയാണ്. ഇതിപ്പോൾ ഞാൻ ടെൻഡർ ലീഫായിട്ട് എടുത്തത് കൊണ്ടാണോ, ഇതിൻ്റെ കരിനൊച്ചീൻ്റെ ലീഫിൻ്റെ ബാക്ക് പേർപ്പിൾ കളറായിട്ടാണ് ഉണ്ടാവുക കരിനൊച്ചി. അങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക സാധാരണ നൊച്ചിയും കരിനൊച്ചിക്കും. നല്ലതാണ് നൊച്ചി, നമ്മൾ നീരിറക്കം ഇല്ലാണ്ടിരിക്കാനും പിന്നെ തണുപ്പിടിക്കാണ്ടിരിക്കാനൊക്കെ നല്ലതാണ്. ഈ കാണിച്ച എല്ലാ പ്ലാന്റും നല്ലോണം വാഷ് ചെയ്തിട്ട്, ലീവ്സിൻ്റെ എല്ലാം നല്ല വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ അരച്ച് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാത്തതാണ്. ഇതിപ്പോൾ ഞാൻ മുതിയാർ കൂന്തൽ, കുപ്പമേനി ഞാൻ വേരോടെയാണ് ഇടുന്നത്. മുതിയാർ കൂന്തൽ കട്ട് ചെയ്തിട്ടൊന്നും നമുക്ക് മിക്സി ജാറിൽ ചേർക്കാൻ പറ്റില്ല, ജാമായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടുന്നത്. ഇപ്പോൾ മുതിയാർ കൂന്തൽ ഇടുന്നത് കൊണ്ടാണ് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇടുന്നത്. മുതിയാർ കൂന്തൽ ഇടുന്നില്ലെങ്കിൽ ഈ കാണുന്ന ലീഫെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇടാം. അപ്പോൾ ഞാൻ മുതിയാർ കൂന്തൽ ഇടുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് 4 ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത് വിറകടുപ്പിൽ.
പിന്നെ ഇത് 2-3 മണിക്കൂർ മാക്സിമം. ഞാനിപ്പോൾ 2 മണിക്കൂർ കത്തിച്ചിട്ട് പിന്നെ അത് കണലിലാണ് ഉണ്ടായ 1 മണിക്കൂർ. ഇതാണ് നമ്മളെ എണ്ണേൻ്റെ കളർ. ഇപ്പോൾ ഇതിൽ നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വാട്ടർ കണ്ടൻറ്റ് മെല്ലെ കുറയും. ഇലയൊക്കെ നന്നായിട്ട് വാടി തുടങ്ങും. ഇലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാടി തുടങ്ങുമ്പോൾ നമ്മൾ ഇട്ട ക്വാണ്ടിറ്റി അല്ല ഇപ്പോൾ കുറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ വേമ്പാലപ്പട്ടയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എണ്ണേൻ്റെ നാച്ചുറൽ കളറാണ് ഈ വേമ്പാലപ്പട്ടേൻ്റെ കളറ്. അപ്പോൾ ഇതിൻ്റെ കളറ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്ര നേരം കറുത്ത കളറല്ല എണ്ണ ഉണ്ടായത്, ഇനിയിപ്പോൾ അങ്ങനെ മാറിക്കിട്ടും ഇത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രം മുട്ടോളം മുടി വളരണം എന്ന് ഞാൻ പറയുകയില്ല. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, അവിടുത്തെ വെള്ളം, അവിടുത്തെ കാലാവസ്ഥ, നിങ്ങളെ ഭക്ഷണരീതി, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ ജീവിതശൈലി, ഇതെല്ലാം മേജർ ഫാക്ടറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ മുടി കൊഴിച്ചിലെന്ന് പറയുമ്പോഴാണ് നമ്മൾ നോക്കുക ഇതെന്തുകൊണ്ടാണെന്ന്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവാക്ക നമ്മളെ ഇൻറ്റേർണലി നമ്മൾ ബോഡീൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും, ഏത് ഡെഫിഷ്യൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം മാറ്റിയെടുക്കുക ബൈ ഫുഡ്, ബൈ എക്സസൈസൊക്കെ. പിന്നെ നമ്മൾ ഹെയർ ഓയിൽ, ഈ ഹെയർ ഓയിലെന്നല്ല കേട്ടോ, ഏത് ഹെയർ ഓയിലും ഉപയോഗിക്കാം. ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് പേഴ്സണലി ശ്വാസം മുട്ടലുള്ള ആളാണ്. പിന്നെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ വേഗം നീരിറങ്ങും, തണുപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ കാച്ചാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് കാച്ചി എനിക്ക് ഉപയോഗിച്ച് എനിക്ക് നല്ല രീതിക്ക് ഉറക്കുക എല്ലാം ശരിയായപ്പോൾ ഞാനത് കൊടുക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഇതിപ്പോൾ എണ്ണ കാച്ചാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ ഇത് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ എണ്ണ. ആർക്കെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് വീട്ടിലും ഉണ്ടാക്കാം. ഞാൻ അധികം സാധനം ഈ ഇപ്പോൾ കാണിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എണ്ണേൻ്റെ കളർ കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ ഞാനിത് 2.5 മണിക്കൂർ വെച്ചു. പിന്നെ കണലത്താണ് ഉണ്ടായത്. അപ്പോൾ എല്ലാ വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയി. ഇനിയിപ്പോൾ എണ്ണ ഞാൻ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. ഇത് ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. മിനിമം ഒരു 15 ഡേയ്സെങ്കിലും മാറ്റി വെക്കണം. മാക്സിമം ഒരു 25 to 30 ഡേയ്സ് മാറ്റി വെക്കണം. പിന്നെ ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് വെയിലത്ത് വെച്ചിട്ട് എടുക്കുക. നല്ലോണം നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ, ഗ്ലാസ് ജാറാണെങ്കിൽ ഗ്ലാസ് ജാറ്, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്താണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു തുണി കെട്ടിയിട്ട്, ക്ലീൻ തുണി കെട്ടിയിട്ട് വെയിലത്ത് വെച്ചെടുക്കുക. ഇതാണ് എണ്ണേൻ്റെ കളറ്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ തുണി കെട്ടി വെച്ചിട്ട് വെയിലത്ത് വെക്കുകയാണ് ചെയ്യുക. ഇനി ഇതിപ്പോൾ ഒരു 25-30 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ ഈ എണ്ണ എടുക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.